നമസ്കാരം. നിത്യജ്യോതിഷത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് 1199 ആണ്ട് മേടമാസം 23 തീയതി 2024 മെയ് മാസം 6 തീയതി തിങ്കളാഴ്ച. തിങ്കളാഴ്ചയാണ്. രേവതി നക്ഷത്രമാണ്. നക്ഷത്രങ്ങളിൽ രേവതിക്ക് മുകളിൽ നക്ഷത്രമില്ല. അത്ര ഉയരത്തിലിരിക്കുന്ന നക്ഷത്രമാണ് രേവതി. അതേപോലെ ഇന്നത്തെ ദിവസവും തിങ്കളാഴ്ച ശുഭദിവസമാണ്. തിങ്കളെന്ന് പറഞ്ഞാൽ ചന്ദ്രൻ്റെ ദിവസമാണ്. ചന്ദ്രവാരം, അതാണ് തിങ്കളാഴ്ച. ഇപ്പോൾ ചന്ദ്രന് ശത്രുക്കളില്ലാത്ത ഒരേ ഒരു ഗ്രഹമാണ് ചന്ദ്രൻ. അപ്പോൾ ഇന്നത്തെ ദിവസം നല്ല ദിവസമാണ്. ഒപ്പം തന്നെ ജാതകപ്രകാരം ഇന്ന് ബർത്ത്ഡേ വന്നിട്ടുള്ളവർ, ബർത്ത്ഡേ രേവതി നക്ഷത്രം ബർത്ത്ഡേ ആയിട്ട് വന്നിട്ടുള്ളവർക്ക് ഒരു വർഷത്തെ ഫലത്തെ നിങ്ങൾ ചിന്തിക്കുമ്പോൾ നമുക്ക് ഏറ്റവും അനുകൂലപ്രദമായ ഒരു വർഷമാണ്. ഏറ്റവും അനുകൂലപ്രദമായ ഒരു വർഷമാണ് നിങ്ങൾക്ക് പ്രദാനം ചെയ്ത് കിട്ടാൻ പോണേ. എന്തൊക്കെ ബുദ്ധിമുട്ടിലൂടെ ഇപ്പോൾ ഏഴരശനിയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. വ്യാഴം 3ലേക്ക് വന്നു. ഒക്കെ ആണെങ്കിൽ പോലും ഈ തിങ്കളാഴ്ച നിങ്ങൾക്ക് ബർത്ത്ഡേ ആയിട്ട് വന്നിരിക്കുന്ന സ്ഥിതിക്ക് ഒരു വർഷത്തെ ഫലത്തെ ചിന്തിക്കുമ്പോൾ കുറേ നല്ല ഫലങ്ങളെ നിങ്ങൾക്ക് പ്രദാനം ചെയ്തു തരും. ശരിക്ക് വീട് വെക്കാനോ വാഹനം വാങ്ങാനോ വസ്തു മേടിക്കാനോ ഒക്കെ ആഗ്രഹിക്കുന്നവർക്ക് ഈ വർഷം വളരെ ഭാഗ്യദായകമായി തീരും. അതുപോലെ തന്നെ മറ്റ് വിദേശ യാത്രകൾ, നമ്മൾ അവിടെ വിട്ട് മൈഗ്രേറ്റ് ചെയ്ത് മറ്റേതെങ്കിലും രാജ്യങ്ങളിൽ പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് ഏറ്റവും അനുകൂലപ്രദമായ വർഷമായിരിക്കും. അതുപോലെ നമുക്ക് ശുഭകാര്യങ്ങൾക്കെല്ലാം അനുകൂലപ്രദമായിട്ടുള്ള ഒരു ദിവസവും കൂടിയാണ് ഇന്ന്. ഇന്ന് ബർത്ത്ഡേ വന്നിട്ടുള്ളവരാവട്ടെ പ്രത്യേകിച്ച് ദേവീക്ഷേത്രത്തിൽ ഭഗവതിയുടെ നടയിൽ പോയി അർച്ചനയ്ക്ക് കൊടുക്കുക. അതുപോലെ ദേവിക്ക് അർച്ചനയും പാൽപ്പായസവും ഒക്കെ നടത്തി കൊണ്ടുപോകുന്നത് വളരെ ഭാഗ്യദായകമായി തീരും. അതുപോലെ ഇന്ന് എന്ത് ശുഭകാര്യങ്ങൾക്ക് നമുക്ക് എടുക്കാമെന്ന് ഞാൻ പറഞ്ഞു. എങ്കിലും ഇന്നത്തെ നമുക്ക് ശ്രദ്ധിക്കേണ്ട 1-2 സമയങ്ങളാണ് രാവുകാല സമയം. യാത്രയ്ക്ക് നോക്കുമ്പോൾ നമ്മൾ നോക്കുമ്പോൾ കലണ്ടറിൽ രാവുകാലം ഇട്ടിട്ടുണ്ട്. രാവിലെ 7:30 മണി മുതൽ 9 മണി വരെ രാവുകാലം എന്നിട്ടിട്ടുണ്ട്. ഇന്ന് രാവുകാലം തുടങ്ങുന്നത് 7:42 തൊട്ടേ തുടങ്ങുള്ളൂ. അപ്പോൾ 7:30 എന്നുള്ളത് 12 മിനിറ്റ് കൂടി കഴിഞ്ഞിട്ടേ രാവുകാലം സ്റ്റാർട്ട് ചെയ്യുള്ളൂ. 9 മണി 15 മിനിറ്റ് വരെ ഉണ്ട്. ഇപ്പോൾ 7 തൊട്ട് 9 വരെ എന്നുള്ളത് 9:15 വരെ രാവുകാല സമയമുണ്ട്. ഒന്നുകിൽ 7 മണി 42 മിനിറ്റിന് മുമ്പോ 9:15 ശേഷമോ വീട്ടിൽ നിന്ന് ശുഭകാര്യങ്ങളുമായി ബന്ധപ്പെട്ട് യാത്ര തിരിക്കാം. അതുപോലെ 2 പ്രധാനപ്പെട്ട ചെയ്തുകൂടാത്ത 2 സമയങ്ങളാണ് ഗുളികകാലവും യമകണ്ഠകാലവും. ഇന്ന് ഗുളികകാല സമയം വരുന്നത് ശരിക്ക് 1 മണി 54 മിനിറ്റ് തൊട്ട് 3 മണി 27 മിനിറ്റ് വരെയും. അതുപോലെ യമകണ്ഠകാല സമയം വരുന്നത് 10 മണി 48 മിനിറ്റ് തൊട്ട് 12 മണി 21 മിനിറ്റ് വരെയും. ഇന്നത്തെ അഭിജിത്ത് മുഹൂർത്തം അല്ലാതെ തന്നെ മുഹൂർത്തമുണ്ട്. എന്നാലും അഭിജിത്ത് മുഹൂർത്ത സമയം വരുന്നത് 11 മണി 57 മിനിറ്റ് തൊട്ട് 12 മണി 45 മിനിറ്റ് വരെയാണ്. അഭിജിത്ത് മുഹൂർത്തം എല്ലാ ശുഭകാര്യങ്ങൾക്കും നമുക്കെടുക്കാം. കാരണം കൊള്ളാവുന്ന സമയം അന്നത്തെ ദിവസമേ കൊള്ളാം. അതിലേറ്റവും കുറച്ചുകൂടെ അനുകൂലപ്രദമാണ് അഭിജിത്ത് മുഹൂർത്തം. അപ്പോൾ ഇന്നത്തെ ദിവസം നമുക്ക് കൂടുതൽ ഭാഗ്യം നമ്മളിലേക്ക് ലഭിക്കാൻ വേണ്ടി, കാരണം പോസിറ്റീവ് എനർജി കൂടുതൽ കിട്ടാൻ വേണ്ടി നമ്മൾ വെളുത്ത വസ്ത്രധാരണം ചെയ്യുന്നത് നന്നായിരിക്കും. വെളുത്ത തുണി, വെളുത്ത വസ്ത്രം ധരിക്കുക. അപ്പോൾ വെളുത്ത വസ്ത്രം എന്ന് പറയുമ്പോൾ ഫുൾ വെള്ളയായിട്ട് പോകണമെന്നല്ല. വെളുപ്പ് അല്ലെങ്കിൽ പേളിൻ്റെ കളറിലുള്ള വസ്ത്രം കൂടെ നമ്മളെ
വസ്ത്രധാരണത്തിൽ ഉൾപ്പെടുത്തുക. അത് നമുക്ക് ഭാഗ്യത്തെ കൊണ്ടുവരാൻ സഹായിക്കും, ഭാഗ്യദായകമായി തീരും. അപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ഭാഗ്യദായകമായി തീരട്ടെ എന്ന് സർവേശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.